ഹായ് ഹലോ, എന്നാണ്ട് വിശേഷം? ഞാൻ ഒരു വ്ളോഗ് എടുക്കാൻ പോവാണ്. നമുക്ക് ഒരു മങ്കട മേടിച്ചിട്ടുണ്ട്, 2-3 മങ്കട രാവിലെ മേടിച്ചു. അപ്പോൾ അതൊന്ന് വറുത്തരച്ച് നമുക്ക് ചുമ്മാ ജസ്റ്റ് തേങ്ങ വറുത്ത് അരച്ച് നമുക്ക് എടുക്കാം. അപ്പം അതിന് വേണ്ട എല്ലാവരും എൻ്റെ വ്ളോഗുകൾ കാണണം, കണ്ട് പിന്നെ മെസ്സേജൊക്കെ അയക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ചെയ്യുക. അപ്പം ഞാൻ ഇതിന് കുറച്ച് തേങ്ങ അവിടെ ഇട്ടിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാൻ പോവാണ്. ഒന്നിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ 2 ഉലുവായും കൂടെ ഇടാം. 2 ഉലുവായും കൂടെ ഇട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇതൊന്ന് വറക്കട്ടെ. ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇടാം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ സപ്താഹം നടക്കുക ഏറങ്കാവ് അമ്പലത്തിൽ. അപ്പം ഞാൻ പോകുന്നതാണ്. ഇന്നിപ്പം ഞാൻ സമയം ഒരുപാടായി. ഇച്ചിരി മീൻ കുറേ ദിവസമായി വെച്ചിട്ട്. അപ്പോൾ ഒന്ന് വെച്ചിട്ട് ഒന്ന് പോകാമെന്ന് വെച്ചിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് ഞാൻ വറുത്തിട്ട് കാണിക്കാം. രണ്ട് കുരുമുളകും കൂടെ ഇടാം. എരിവിടുന്നോട്ടെ. ഒത്തിരി മൂപ്പിക്കുന്നില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇടുവേ. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അതിന് പച്ചമണം മാറാൻ വേണ്ടി ഞാൻ അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി ഇടുവാണ്. കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഇടുന്നുള്ളൂ. മുളക് പൊടി ഇടുന്നുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഇച്ചിരി മീനിൻ്റെ മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ചിടാം. അതാകുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഞാൻ തേങ്ങ കണ്ടില്ല, ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത്രയും വറുത്തിട്ട് നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഇതെല്ലാം മൂത്ത് കഴിഞ്ഞു. ഇനി ഞാനിത് ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ മങ്കട മീനാണ്. ഞാൻ ഓരോന്നും അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. കുറച്ച് വറക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കറി വെക്കാൻ രാവിലെ മേടിച്ചത് നല്ല മങ്കടയാണ്. തൊലിയെല്ലാം കളഞ്ഞതാണ്. ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് കൂട്ടാൻ വെക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് നമുക്കിനി അരച്ചതുണ്ട്. അരച്ചത് ഇതിനകത്തോട്ടിടാം. അരച്ചത് ഇതിനകത്തോട്ടിടുവാണ്. കൈ കൊണ്ടാകുമ്പോൾ ഞാൻ എളുപ്പം അങ്ങ് ചെയ്യാമെന്ന് വെച്ചാണ്, വേറെ ഒന്നും കൊണ്ടല്ല. കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് തവിയൊക്കെ നോക്കി വരുമ്പോഴത്തേക്ക് താമസമാണ്. എനിക്കാണ് അമ്പലത്തിലും പോകണം. അപ്പോൾ ഇതങ്ങ് കഴുകി ഒഴിച്ച് അതിൻ്റെ മസാലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് പുളി ഇടാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിടാം. നമുക്ക് കുറച്ച് ഉപ്പിടണ്ടേ? ഉപ്പിടണം. കലക്കി വെച്ചിട്ട് ഞാനിത് വേവിക്കുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണം. തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി മങ്കട പറക്കി വെക്കാം. മങ്കട ഓരോന്നും ഇടാം. അതേണ്ട, ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കഷ്ണങ്ങളെ 2-3 നമുക്ക് വറക്കാനും കൂടെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ പിള്ളേർ എന്നെ വെച്ചേക്കത്തില്ല. അയ്യോ അമ്മ വറക്കാൻ എന്താ എടുക്കാഞ്ഞേന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്കിത് കത്തിക്കാം. ഇവിടെ ലൈറ്റർ ഇത് നോക്ക് വരുമ്പോൾ കാണത്തില്ല. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ. നമുക്ക് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ 2-3 കരിവേപ്പിലയും കൂടെ
ഇട്ട് ഇതാക്കുക. അപ്പം ഇനി അത് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ മീൻകറി ഒന്ന് നോക്കിയേക്കാം. തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പിന്നെ ഒന്ന് വട്ടം ചുറ്റാവേ. അതൊക്കെ ഇട്ടുമ്പോൾ അപ്പോൾ വട്ടം ചുറ്റി നമുക്കൊന്ന് എങ്കിലേ പിന്നെ നമുക്ക് ശരിയാവില്ല. നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ കഷ്ണം എല്ലാം കൂടെ ഒരു മാതിരിയാകും. അപ്പോൾ നമ്മുടെ സ്പൂണെടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കാം. അത്രയും മതി. ഇച്ചിരി ഉപ്പ് നോക്കാവേ. ശകല അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓട്ടോമാറ്റിക്കൊക്കെ അങ്ങനെ ചെയ്തിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. എല്ലാം ഉപ്പും പൊടിയും എല്ലാം പിടിച്ച് വരുന്നേ ഉള്ളൂ. എങ്കിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നല്ല സൂപ്പർ കറിയാണ്. നല്ല വെള്ളച്ചോറും ഇതും കൂടെ അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് മുക്കി അങ്ങോട്ട് കഴിക്കണം. നല്ല സൂപ്പറാണ്. അപ്പം ഇത് ഉപ്പും പൊടിയും പിടിച്ച് വരുന്നേ ഉള്ളൂ. സൂപ്പറാണ്. ഞാൻ വെച്ചോണ്ട് പറയുന്നതല്ല, സൂപ്പർ കറിയാണ്. അല്ലെങ്കിൽ മങ്കട ചിലർക്ക് ഇഷ്ടമല്ല, കൊള്ളത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ മങ്കട മേടിക്കുന്നത്. ഞാൻ വെച്ചിട്ടില്ലായിരുന്നു മങ്കട. ആദ്യം കറി ഇതുപോലെ വെച്ചത് നല്ല സൂപ്പറായിരുന്നു. അല്ലെങ്കിൽ പുഴുക്കൊക്കെ വെച്ചിട്ട് കൂട്ടാക്കി നല്ല അടിപൊളിയാണ്. അപ്പോൾ രണ്ടാമത് ഇന്നിപ്പോൾ എപ്പോഴും മങ്കടയുള്ളൂ. ചെറിയ മത്തിയ, അതൊന്നും എനിക്കിഷ്ടമല്ല, വെട്ടി വരണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു മങ്കട മതി. നമ്മൾ സൂപ്പറല്ലേ. നല്ല മങ്കടയ്ക്ക് നല്ല ടേസ്റ്റാണ്. ചിലർ പറയും മങ്കട കൊള്ളത്തില്ല. എനിക്ക് പക്ഷേ 2 പ്രാവശ്യം കൂട്ടി, രണ്ടാമത്തെ തവണ പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു മങ്കട. ഓക്കെ, ഇതത് വേവട്ടെ, നല്ലപോലെ വേവട്ടെ. അപ്പോൾ നമ്മുടെ മങ്കട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.